ജനാധിപത്യ സമൂഹത്തിലെ ഭരണാധികാരി പറയരുതാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ആശാ സമരക്കാരുമായി ചർച്ചയില്ല എന്നാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള മുഖ്യമന്ത്രി പറയരുതാത്ത കാര്യമാണ്. കാരണം ജനാധിപത്യത്തിൻ്റെ രീതിശാസ്ത്രം തന്നെ പരസ്പരം ചർച്ച ചെയ്ത് മേശയ്ക്ക് ചുറ്റുമിരുന്ന് തങ്ങളുടെ ഭാഗങ്ങൾ വിശദീകരിച്ച് ധാരണയിലെത്തുക എന്നുള്ളതാണ്. രക്തരൂക്ഷിത വിപ്ലവമല്ല ഈ പറയുന്ന ജനാധിപത്യത്തിൻ്റെ ഭാഷ. ആശമാർക്ക് പറയാനുള്ളത് കേൾക്കാൻ പിണറായി വിജയൻ ധാർമ്മികമായി ബാധ്യസ്ഥനാണെന്നുള്ള കാര്യം മറന്നു പോകാൻ. അത് ജനാധിപത്യത്തോടുള്ളൊരു വെല്ലുവിളിയായിട്ട് നമ്മൾ എടുക്കണം. അതുകൊണ്ട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ജനാധിപത്യപരമായ ഒരു ഇടപെടൽ നടത്തേണ്ടത്. മലപ്രാഷ്ട്ര ഇടപെടൽ ബിന്ദു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടി വി പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട്. ചെല്ലും അവർ വിളിക്കും, ഇവരും ചെല്ലും. അവർക്കൊന്നും പറയാമല്ലോ, നിങ്ങൾ സമരം നിർത്തി പൊക്കോന്ന് മാത്രമേ പറയാൻ. അങ്ങനെയല്ലല്ലോ വേണ്ട. ഏറ്റവും മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സമരത്തിൻ്റെ ധാർമ്മികമായ ഉയർത്തലത്തെ നമ്മൾ വില കുറച്ച് കാണേണ്ട. സാധാരണ കേരളത്തിൽ നടക്കുന്ന സമരങ്ങൾ, സെക്രട്ടേറിയറ്റിലേക്കുള്ള മാർച്ച്, അക്രമമാണ്. പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുക, ബസ്സുകൾ ആക്രമിക്കുക, യാത്രക്കാരെ തടസ്സപ്പെടുക തുടങ്ങി അതിഭീകരമായ അക്രമങ്ങളും നിരവധി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആശാവർക്കർമാർക്കെതിരെ കേസിൻ്റെ ഒരു സംഭവവും അവരായിട്ട് ചെയ്തിട്ടില്ല. ഇനി പോലീസ് വരെ ഗൂഢാലോചനാപരമായി കേസെടുത്തെങ്കിലേ ഉള്ളൂ. അത്രയും സമാധാനപരമായി ഇവർ സമരം ചെയ്യുന്നത്. ഇവർക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ പറയുന്നത് ന്യായമാണ്. ആശമാരുടെ ഏറ്റവും വലിയ ഉറപ്പ് ഈ ഭയമില്ലായ്മയെക്കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നൊരു കാര്യമുണ്ട്. അത് ശരീരത്തിൻ്റെ വലിപ്പമല്ല, 2 ചങ്കല്ല ഭയമില്ലായ്മയുടെ ലക്ഷണം, മറിച്ച് ഉള്ളിലെ കരുത്താണ്. നമ്മൾ പറയുന്നത് സത്യമാണ് എന്ന ഉറച്ച ബോധ്യമാണ് കരുത്ത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബിന്ദു. അതാണ് സമകാലിക കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായി നമ്മൾ കാണേണ്ടത്. ബഹുമാന്യനെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ ഇത് പരാജയപ്പെടുക എന്നാണ്, കേരളം പരാജയപ്പെടുക എന്ന് തന്നെയാണ്. ഇത് പറയുന്ന ഒരു നവോത്ഥാനത്തിൻ്റെ തൊഴിലാളി വർഗ പോരാട്ടത്തിൻ്റെ ഒന്നും ചരിത്രം ഇതൊരു വിളമ്പാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം അതുകൊണ്ട് നമുക്കിനി തലയുയർത്താൻ കഴിയണമെങ്കിൽ ഈ സമരം വിജയിപ്പിച്ചു. ഇത്രയും നിർണായകമായ സ്വാധീനിക്കുന്ന ഈ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നു. ബിന്ദുവിനെ കുറിച്ചൊരു വാക്ക് പറയാതെ വഴി. ക്ലാരിറ്റി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, വ്യക്തത എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ടോക്ക് ഷോയിലൊക്കെ പങ്കെടുക്കുന്നു. ഒരാൾക്ക് വന്നിരുന്നെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാൾ എന്താ പറയുന്നത് അയാൾക്കും അറിയില്ല, കേൾക്കുന്നവർക്കും അറിയില്ല. അങ്ങനെയല്ല, ഒരു കാര്യം പറഞ്ഞൊരു വ്യക്തത വേണമല്ലോ. ഞാൻ എപ്പോഴും ബിന്ദുവിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചു, എന്തിനു വേണ്ടിയാണ് സമരം ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തവും ലളിതവുമായ ഭാഷയിൽ കൃത്യമായ ആർഗ്യുമെന്റ് ഉപയോഗിക്കുമ്പോൾ വേറെ കാര്യങ്ങൾ തന്നെ. ഡൽഹിയിൽ പോയി സമരം ചെയ്യാത്തതെന്നൊക്കെ ഈ കോട്ടയിൽ ഒരു തേരമാര നടക്കുന്ന ആൾക്കാരൊക്കെ ചോദിക്കും, എന്താണ് അവിടെ നിങ്ങൾ പോയി സമരം ചെയ്യുന്നത്, അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം എന്ന് ബിന്ദു വീണ്ടും വീണ്ടും പറയുന്നത് നമുക്ക് കേട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ കേരളത്തിലെ ബഹുജനങ്ങളെ ഇക്കാര്യത്തിൽ എഡ്യൂക്കേറ്റ് ചെയ്തൊരു സമരം കൂടിയാണ് ബിന്ദു നേതൃത്വം കൊടുക്കുന്നതെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ തൊഴിലാളി വർഗം എന്നൊക്കെ പറയുന്നതിന് പുറത്ത് ജീവിക്കേണ്ടി വന്ന വിഭാഗമാണ് ഈ ആശാ വർക്കേഴ്സ്. ഒരു തൊഴിലാളികളല്ല, നിയമപരമായി തൊഴിലാളികൾ, അതിന് പുറത്താണ്. അവരുടെ സമരത്തെ അംഗീകരിക്കേണ്ട കാര്യമില്ലെന്നാണ് തൊഴിലാളി വർഗത്തിൻ്റെ അപ്പോസ്തലന്മാർ പറയുന്നത്. നമ്മളെ സമയം പണിയെടുക്കുന്നവരെ മാനിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബിന്ദുവിന്